1988 രാംകുമാർ നേടിയ റെക്കോർഡ് അത് നീണ്ട 37 വർഷത്തിന് ശേഷം ഇതാ നമ്മുടെ അതുൽ നേടിയിരിക്കുകയാണ്. ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൻ്റെ ഹീറ്റ്സിൽ തന്നെ എനിക്ക് തോന്നുന്നു അത് നേടിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു അല്ലേ? കോച്ച് എന്നുള്ള നിലയിൽ ആദ്യം ചോദിക്കാം. കോച്ച് എന്നുള്ള നിലയിൽ പരിക്കുകളൊന്നും കൂടാതെ കംപ്ലീറ്റ് ചെയ്ത് വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുമായിരുന്നു. ഈ വർഷം ജൂനിയർ നാഷണൽ പോയപ്പോൾ ഒരു ടൈറ്റ് വന്നു അവൻ്റെ ഗ്രോയിൻ സൈഡിൽ. അപ്പോൾ അതോടുകൂടി ഞങ്ങൾക്ക് ചെറിയൊരു പേടിയായി. ഈ വർഷം ഒരു 4 മത്സരങ്ങളിൽ നമ്മൾ ഓടി 4 ഓട്ടം 100 മീറ്റർ ചെയ്തു. ഈ 4ഉം 11 സെക്കൻഡ് താത്തി നമുക്ക് ഓടാൻ സാധിച്ചിരുന്നു. അപ്പം പിന്നെ ടൈറ്റായി, കാല് ടൈറ്റായി കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ടായി. ഭുവനേശ്വരി എന്ന് വെച്ചും 100 പിന്നെ ചെയ്തില്ല. 200 എൻട്രി ഉണ്ടായിരുന്നു, ചെയ്തില്ല. ചെയ്യാതെ നമ്മൾ തിരിച്ചു പോരേണ്ടി വന്നു. അത് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇഞ്ചുറി കൂടുമോ എന്നുള്ളൊരു ഭയം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു, പ്രോപ്പർ റെസ്റ്റും എടുത്ത് റിക്കവറി ആയി റവന്യൂ ജില്ലയിൽ മത്സരിച്ച് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. എല്ലാം അവൻ ഇവിടെ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പോൾ? സന്തോഷം, വളരെ സന്തോഷം. റെക്കോർഡ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, അറിഞ്ഞില്ല. നമുക്ക് ഗോൾഡ് ആ ഒരു പ്രതീക്ഷയിലായിരുന്നു വന്നത്. പിന്നെ ഫൈനലായപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ച് എവിടെന്നെങ്കിലും കാര്യങ്ങളൊക്കെ വരുമെന്ന്, പക്ഷേ വന്നില്ല. സന്തോഷം. നമ്മൾ ഇത്രയും കാലമായിട്ട് 37 വർഷമായിട്ട് എപ്പോൾ നോക്കുമ്പോഴും ഈ റെക്കോർഡ് മീറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ രാംകുമാറിൻ്റെ പേരിൽ കിടക്കുകയാണ്. പക്ഷെ ഇനി എപ്പോൾ നോക്കിയാലും അതിൽ അതുലിൻ്റെ പേരാണ്. അതിലെങ്ങനെയാണ് സന്തോഷം? വളരെ സന്തോഷം. ഇപ്പോൾ ആരെ നോക്കിയാലും എന്നെ അറിയും. അതിലൊന്ന് പേര് കണ്ടായപ്പോൾ എന്നെ മനസ്സിലാക്കും. ആ ഒരു സന്തോഷമുണ്ട് വളരെ. വേറൊരു കാര്യമുണ്ട്, രാംകുമാർ സാറ് പറഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ പല ഈ സ്പോർട്സ് മീറ്റ് നടക്കുമ്പോഴും പറയും എൻ്റെ റെക്കോർഡ് ആരാണോ തിരുത്തുന്നത് അയാളെ കാണണം എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു രാംകുമാർ സാർ വന്ന് കണ്ടായിരുന്നു. സാറ് വന്നു, ഒരു സാമ്പത്തികമായിട്ടൊരു പാരിതോഷികം സന്തോഷ പ്രകടനമൊക്കെ നടത്തി കെട്ടിപ്പിടിച്ച് അതേപോലെ സന്തോഷിച്ചിട്ടാണ് സാറ് റെക്കോർഡുകാരൻ മറ്റൊരു റെക്കോർഡുകാരൻ. അതെ 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 ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് സാറ്, മനസ്സ് നിറഞ്ഞാണ് സാറ് പോയിരിക്കുന്നത്. നമ്മുടെ പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര കട്ടിയായിരുന്നു ഈ വർഷം. മഴ നമ്മളെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചു. പക്ഷേ എങ്കിൽ പോലും മഴയുടെ തോർച്ച കണ്ടുകൊണ്ട് ഞങ്ങൾ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ വിജയം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ശരിക്കും സ്കൂളുകാരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത്. അതിൽ അവിടുന്ന് 10 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്കൂളിലാണ്. അവൻ്റെ വീടാണെങ്കിൽ 12 കിലോമീറ്റർ അകലെ. 12 കിലോമീറ്റർ അകലെന്ന് ഗ്രൗണ്ടിൽ വരിക, പിന്നെ തിരിച്ച് വീട്ടിൽ ചെല്ലുക, നേരെ സ്കൂളിൽ ചെല്ലുക, എന്നിട്ട് സ്കൂളിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് വരിക. നല്ലൊരു വെല്ലുവിളി, ലഹരിയായിരുന്നു. അതുകൊണ്ടല്ലേ? ഭയങ്കര ലഹരിയാണ് അത്. ചെറിയ ലഹരിയൊന്നുമല്ല. നമ്മൾ ഇന്ന രീതി ചെയ്യാൻ പറഞ്ഞാൽ, ഇത്ര എണ്ണം ചെയ്യാൻ പറഞ്ഞാൽ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് തീർത്തിട്ടേ പോകുള്ളൂ. നമ്മളും കൂടെ നിൽക്കും. അത് നമ്മുടെയും ഭാഗ്യം, അവൻ്റെയും ഭാഗ്യം. ട്രാക്കിലെ ഓട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തുടക്കം മുതൽ ഈ പാലക്കാടും മലപ്പുറവും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയുടെ പേര് കൂടി, അതായത് ആലപ്പുഴയൊക്കെ സ്വർണ്ണം വാരുകയാണെന്നുള്ളൊരു സാധനം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ജില്ലയുടെ പേരൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ സ്വർണ്ണം വാങ്ങുന്നു എന്നുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതിലിതാ വീണ്ടും നമ്മുടെ അത്ലറ്റിക്സിൽ ആദ്യ സ്വർണ്ണം ആലപ്പുഴക്ക് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ഒരു സന്തോഷം ഇതിലുണ്ട്. ഉണ്ട്. ആലപ്പുഴക്ക് എനിക്ക് തോന്നുന്നു ഗോൾഡ് വന്നിട്ടുണ്ടോ? ഗോൾഡ് ഈ മത്സരത്തിൽ ഇപ്പം നിലവിൽ ഗോൾഡ് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് ഗോൾഡ് ആലപ്പുഴയ്ക്ക് എൻ്റെ പേരിലാണ് കിട്ടുന്നത്. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. റെക്കോർഡും. വീട്ടിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? ഇങ്ങനെ ഈ പറഞ്ഞ പോലെ 10-12 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകണം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ചെറിയ ഇടക്കിടക്ക് ചെറിയ മടിയൊക്കെ വരും. എന്നാലും പോകണം, നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്, സാറിൻ്റെ കൂടെ നിൽക്കുന്നത്. എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മടിയൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ പിടിക്കും അവരെല്ലാ കാര്യങ്ങളും. എഡ്യൂക്കേഷൻ ഉൾപ്പെടെ, പരിശീലനം മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ നോക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെ വരുന്ന എല്ലാ കുട്ടികളുടെയും, കാരണം അച്ഛനും അമ്മയും പലരുടെയും അച്ഛനും അമ്മയും കൊണ്ടുവന്നാണ് കുട്ടികളെ ഇവിടെ ആക്കിച്ചും പോകുന്നത്. അപ്പം നമ്മളെ കണ്ടാണ്, നമ്മളെ വിശ്വസിച്ചാണ് അവരെ ഏൽപ്പിച്ചും പോകുന്നത്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കാതെ ആരും നോക്കാനാണ്. ഇപ്പോൾ ഓഡിയോ കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് ചിലപ്പം എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കൃത്യമായിട്ട് നമ്മൾ ചിലപ്പോൾ വഴക്കും പറയും. വേണമല്ലോ, കാരണം ഇവനോട് നമ്മൾ സംസാരിക്കാൻ വരുമ്പോൾ ഇവൻ മാഷ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ബന്ധം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അടുത്ത മത്സരം 200 മീറ്റർ ആണല്ലേ? അപ്പോൾ മറ്റന്നാൾ 200 മീറ്ററിൽ സ്വർണ്ണം അടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരും. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.